പ്യാരെ ബച്ചോ ആദാബ്. നാളത്തെ 5ാം ക്ലാസ്സിൻ്റെ എക്സാമിന് നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതുക എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ എക്സാം. ഇന്നലെ ഇട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചെയ്ത സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മുടെ ഉത്തരങ്ങൾ അധികവും നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നെ കാണും. അപ്പോൾ അതിൽ നിന്ന് ഉത്തരങ്ങൾ മക്കൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ബില്ലി, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ലിയെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയാണ് നമ്മൾ ബില്ലിയെ കുറിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക? ബില്ലിയുടെ ഒരു ചെറിയ ചിത്രമൊക്കെ നന്നായിട്ട് വരക്കുക. എന്നിട്ട് നമ്മൾ എഴുതുന്നത് യേ ബില്ലി ഹെ അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. യേ ബില്ലി ഹെ, ഇത് പൂച്ചയാകുന്നു. യേ മേരാ ബില്ലി ഹെ അല്ലേ, അങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. ഇത് എൻ്റെ പൂച്ചയാകുന്നു. മേരാ പസന്തീദ ജാൻവർ ബില്ലി ഹെ, എൻ്റെ ഇഷ്ടപ്പെട്ട, പസന്തീദ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ജാൻവർ മൃഗം ബില്ലിയാകുന്നു. ബില്ലി ബഹുത് ഖൂബ്സൂരത്ത് ഹെ അല്ലേ, നമുക്കറിയാവുന്ന ഒരു പദമാണ് ഖൂബ്സൂരത്ത്. ഖൂബ്സൂരത്ത് നല്ല ഭംഗിയുള്ളത്. ബില്ലി വളരെ മനോഹരമുള്ള നല്ല ഭംഗിയുള്ള ഒരു മൃഗമാണ് അല്ലേ. പിന്നെ ബില്ലി മച്ചിലി ഗാത്തി ഹെ, ബില്ലി മീൻ തിന്നുന്നു അല്ലേ. ബില്ലി പാൽത്തു ജാൻവർ ഹെ, ബില്ലി ഒരു വളർത്തു മൃഗമാണ്. അപ്പോൾ ബില്ലിയെക്കുറിച്ച് എഴുതാൻ വന്നിട്ടുണ്ടെങ്കിലും ഇനി മറ്റേതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിനെ കുറിച്ച് എഴുതുക എന്നുള്ളതായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബില്ലിയെക്കുറിച്ച് എഴുതുക അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടെ. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പസന്തീദ ഫൽ കെ ബാരെ മേ ലിഖിയേ. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പഴം അല്ലേ. അപ്പോൾ നമ്മൾ മാങ്ങയെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. മാങ്ങയെക്കുറിച്ച് നമ്മൾ ബില്ലിനെ കുറിച്ച് എഴുതിയ പോലെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഏതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും നമ്മൾ എഴുതേണ്ട ഒരു രീതി അല്ലേ. ആദ്യം നമ്മൾ മാങ്ങയുടെ ഒരു ചിത്രമൊക്കെ വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, മാങ്ങയുടെ ചിത്രം വരച്ചിട്ട് അതിനെ കളർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ഏ ആമഹെ അല്ലേ, ഇത് മാങ്ങയാകുന്നു. ആം ഏക്ക് ഫൽ ഹെ, നമ്മൾ നേരത്തെ പൂച്ചേനെ കുറിച്ച് എഴുതിയപ്പോൾ എന്താ എഴുതിയത്, ബില്ലി ഏക്ക് ജാൻവർ ഹെ അല്ലേ. ഇവിടെ ആം ഏക്ക് ഫൽ ഹെ, മാങ്ങ ഒരു പഴമാകുന്നു. ആം മീട്ട ഫൽ ഹെ, അവിടെ ഖൂബ്സൂരത്ത് എന്ന് എഴുതിയെടുത്ത് നമ്മൾ ഇവിടെ എഴുതി ആം എന്ന് പറയുന്ന നല്ല മധുരമുള്ള പഴമാകുന്നു. ആം കാ രംഗ് പീലാ ഹെ, മാങ്ങയുടെ നിറം മഞ്ഞയാകുന്നു. ആം ഫൽ കാ രാജാ ഹെ, മാങ്ങ പഴങ്ങളുടെ രാജാവാണ്. ആം ബഹുത് മസേദാർ ഹെ അല്ലേ, ആം വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പഠിച്ചു വെക്കാം. ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രൂട്ടിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതേ രീതിയിൽ നമുക്ക് മറ്റെല്ലാ ഫ്രൂട്ടുകളെ കുറിച്ച് നമുക്ക് എഴുതാം അല്ലേ. അതിൻ്റെ നിറങ്ങൾ മാറ്റി കൊടുത്താൽ മതി അല്ലോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴത്തിനെ കുറിച്ച് എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങയെക്കുറിച്ച് എഴുതാം. ഓക്കെ. ഇനി ബൈ ചാൻസ് നമ്മളോട് ഒരു പച്ചക്കറിയെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ ടീച്ചർ തന്നിട്ടുള്ളത് ആലുവിനെ കുറിച്ച് എങ്ങനെ എഴുതുക എന്നുള്ളത്. നമ്മൾ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏ ആലു ഹെ അല്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ ചിത്രം വരയ്ക്കാൻ ഇതേപോലെ വല്ല പ്രയാസമുണ്ടോ? നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു തർക്കാരിയാണ് ഇത് ആലു. എന്നിട്ട് എഴുതുക ഏ ആലു ഹെ, ഇത് ആലു ആണ്. ആലു ഏക്ക് തർക്കാരി ഹെ, നമ്മൾ നേരത്തെ ഫൽ ഹെ എന്ന് എഴുതിയെടുത്ത് പച്ചക്കറിക്ക് എന്താ പറയുക, തർക്കാരി. അപ്പോൾ ആലു ഏക്ക് തർക്കാരി ഹെ. പിന്നെ നമുക്ക് ആ പഴത്തിൽ എഴുതിയതുപോലെ തന്നെ ആലുവിനെയും എഴുതാം. എങ്ങനെ, ആലു ബഹുത് മസേദാർ ഹെ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾക്കും ഇഷ്ടമല്ലേ. അപ്പം ആലു സെ സാലൻ ബൻതേ ഹെ, ആലു കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, കറികൾ ഉണ്ടാക്കുന്നു. പിന്നെയോ ആലു സിഹത്ത് കേലിയെ അച്ചാ ഹെ, ഈ ഉരുളക്കിഴക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരോഗ്യം, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി ടമാട്ടർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ടമാട്ടറിൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എഴുതുക ഏ ടമാട്ടർ ഹെ, ടമാട്ടർ ഏക്ക് തർക്കാരി ഹെ, ടമാട്ടർ ബഹുത് മസേദാർ ഹെ, ടമാട്ടർ സെ സാലൻ ബൻതേ ഹെ അല്ലേ. നമുക്ക് ഏത് പച്ചക്കറീനെ കുറിച്ച് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ പഠിക്കാം. ഏതൊക്കെയാണ്, ടമാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, തക്കാളി, മിർച്ച് മുളക്, ആലു ഉരുളക്കിഴങ്ങ്, ഭിണ്ടി എന്ന് പറഞ്ഞാലോ വെണ്ട, പ്യാസ് എന്ന് പറഞ്ഞാൽ ഉള്ളി, ഗാജർ നമ്മുടെ ക്യാരറ്റ്, കരേല നമ്മുടെ കൈപ്പക്ക, കദ്ദു എന്ന് പറഞ്ഞാൽ എന്താണ്, മത്തൻ, ചക്കന്തർ നമ്മളെ ബീട്രൂട്ട്, മൂലി എന്ന് പറഞ്ഞാൽ
റാഡിഷ്. ഓക്കെ, അപ്പോൾ കുറച്ച് തർക്കാരികളുടെ പേരുകൾ പഠിക്കുക, അതേപോലെ തന്നെ കുറച്ച് പഴങ്ങളുടെ പേരുകളും പഠിക്കുക. പഴങ്ങളുടെ പേരുകൾ പിന്നെ നമുക്ക് കുറച്ചൊക്കെ അറിയാം അല്ലേ. ഏതൊക്കെയാണ്? സേബുണ്ട്, ആമ്, കട്ഹൽ, പിന്നെ അനനാസ്. അപ്പോൾ ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള നമ്മുടെ കേല അല്ലേ, പഴം. പിന്നെയോ അതേപോലെ ഉള്ള പഴങ്ങളുടെ പേരുകൾ കുറച്ച് മക്കൾ പഠിച്ചു വെക്കുക. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പഴങ്ങളുടെ പേരുകൾ ഒരു നാളിന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ തർക്കാരികളുടെ പേരുകൾ പഠിക്കുക, അതേപോലെ തന്നെ നമ്മുടെ പഴങ്ങളുടെ പേരുകൾ പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു ഗുഫ്തഗു. അതായത് നമുക്ക് ഈ ഒരു എക്സാമിന് വരാൻ സാധ്യതയുള്ള ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ ദുക്കാൻദാറും ഏതെങ്കിലും ഒരു കിർദാറുമായിട്ട് ഉള്ള ഒരു സംഭാഷണമായിരിക്കും പൂർത്തീകരിക്കാനുണ്ടാവും. നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തതുമാണ്. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അങ്ങോട്ട് ചോദിക്കുക, കടക്കാരൻ എന്താണ് നമ്മളോട് ഇങ്ങോട്ട് പറയുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗുഫ്തഗു തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ദുക്കാൻദാർ നമ്മൾ ഏതൊരു ആൾ കടയിൽ ചെന്നാലും നമ്മളോട് ചോദിക്കും എന്ത്, ക്യാ ചാഹിയെ അല്ലെ, എന്താണ് വേണ്ടത്. അപ്പോൾ ആ വേർഡ് നമ്മൾ പഠിച്ചു വെക്കുക, ക്യാ ചാഹിയെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യത്തെ 2 ഡയലോഗുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ബാക്കിയാവും നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. ക്യാ ചാഹിയെ ബേട്ട അല്ലെ, എന്താണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഫർഹാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആളുടെ പേരുകൾ മാറ്റിയിട്ട് തരും അല്ലേ. അപ്പോൾ ഏത് കിർദാറായാലും അതിൻ്റെ പേര് നമ്മൾ രണ്ടാമതായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ക്യാ ചാഹി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സാധനം എന്നുള്ളത് നമ്മൾ ആദ്യം പറയും. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു സാധനം നമ്മൾ വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഇവിടെ ഗുഡിയാണ് വാങ്ങാൻ ചെന്നിട്ടുള്ളത്. അപ്പോൾ ഗുഡിയാക്ക ക്യാ ദാം ഹെ അല്ലേ, ആ പാവക്കുട്ടിക്ക് എന്താ വില. അപ്പോൾ ദുക്കാൻദാർ അതിൻ്റെ വില പറയും, ഗുഡിയാക്കോ 15 രൂപയേ ഹെ. പിന്നെ ഫർഹാന് വീണ്ടും ചോദിക്കാൻ രണ്ടാമതൊരു സാധനം കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചോദിക്കുക, ഉബാരാക്കോ ക്യാ ദാം ഹെ അല്ലേ. നമുക്ക് അവിടെ ഒരു ബലൂണും കൂടെ ഉണ്ട്, അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉബാരാക്കോ ക്യാ ദാം ഹെ, ആ ബലൂണിന് എന്താണ് വില. അപ്പോൾ ദുക്കാൻദാർ നമ്മൾ അതിൻ്റെ വില പറയും, ഒബാരേക്കോ 5 രൂപയേ ഹെ അല്ലെ, അതിന് 5 രൂപയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും കുൽ കിത്തനെ ഹുയെ, ഇപ്പോൾ ടോട്ടൽ എത്രയായി. അപ്പോൾ ദുക്കാൻദാർ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളൊരു നമ്പർ പറയാം. അപ്പോൾ നമ്പേഴ്സ് ഒരു 20 വരെയെങ്കിലും മക്കൾ പഠിച്ചിട്ട് പോവാം. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു കലണ്ടറിൻ്റെ ആ ഒരു വർക്കിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നമ്പേഴ്സുകളും അല്ലേ. ഒരു 30 വരെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു 30 വരെയുള്ള നമ്പറെങ്കിലും മക്കൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പക്ഷികളുടെ സൗണ്ടുകൾ പഠിക്കാം. സൗണ്ടിന് എന്താ നമ്മൾ പറയുക, ആവാസ്. ഇവിടെ നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു 5 സൗണ്ടുകളാണ്. നമുക്കതൊന്ന് നോക്കാം. കൂക്കു കൂക്കു അല്ലേ, ആരുടെ സൗണ്ടാണ്, കോയൽക്ക് ആവാസ് ഹെ അല്ലേ. കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ. പിന്നെ വട്ടറവും വട്ടറവും, അതാണ് മക്കൾക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരിക. കബൂത്തറിൻ്റെ സൗണ്ടാണത്. കബൂത്തർ എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രാവ്. ഇനി കായേം കായ, അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, കവ്വയുടെ സൗണ്ടാണ്. പിന്നെ ടീം 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 ടീം, അതാരുടേതാണ്, തത്തയുടെ സൗണ്ടാണ്. പിന്നെ കുക്കഡൂങ്കും കുക്കഡൂങ്കും, ഇതാരുടെ സൗണ്ടാണ്, മുറുക അല്ലെ, പൂവൻ കോഴിയുടെ സൗണ്ടാണ് കുക്കഡൂങ്കും കുക്കഡൂങ്കും. അപ്പോൾ ഈ സൗണ്ടുകളും മക്കളൊന്ന് ഓർത്ത് വെക്കുക, ബൈ ചാൻസ് നമുക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട ഒരു ജാൻവറിനെ കുറിച്ചിട്ടായിരുന്നു എഴുതാണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് ചിലപ്പോൾ നമുക്കൊരു പരിന്തേനെ കുറിച്ചിട്ടായിരിക്കാം ബൈ ചാൻസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പരിന്തേനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതാം. ആദ്യം നമ്മളെ കൊണ്ട് കഴിയും പോലെ ആ ഒരു പക്ഷിൻ്റെ ചിത്രം ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, ഈ ഒരു ടീച്ചർ ചെയ്തിട്ടുള്ള കവ്വേനെ കുറിച്ച് നിങ്ങൾക്ക് തോത്തേനെ കുറിച്ചൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പേര് മാറ്റി കൊടുക്കുക, അതിൻ്റെ നിറങ്ങൾ മാറ്റി കൊടുക്കുക, അതിൻ്റെ സൗണ്ടുകൾ മാറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളാണ് അല്ലേ. ഇവിടെ നോക്കൂ, കവ്വേനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഈ കവ്വാഹെ അല്ലെ, കവ്വയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇത് കവ്വയാണ്. കവ്വ ഏക്ക് പരിന്താഹെ അല്ലെ, പരിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷി. അപ്പോൾ നമ്മൾ തോത്തേനെ കുറിച്ച് എഴുതുകയാണെങ്കിലോ, തോത്ത ഏക്ക് പരിന്താഹെ. ഇനി ഇവിടെ നോക്കൂ, ഉസ്കാ രംഗ് കാലാ ഹെ. നമ്മൾ കളേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. കുറച്ച് കളേഴ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവിടെ കവ്വയുടെ നിറം എന്താണ്, കാല. അപ്പോൾ നമ്മൾ തോത്തയെ കുറിച്ച് എഴുതുകയാണെങ്കിലോ, ഉസ്കാ രംഗ് ഹരാ ഹെ അല്ലെ, അതിൻ്റെ നിറം ഹരയാണ്. പിന്നെ കവ്വ കായേ കായേ കർത്താ ഹെ അല്ലേ. കവ്വ എങ്ങനെയൊക്കെ അറിയാം, കായയും കായയും അല്ലേ, നമ്മൾ നേരത്തെ സൗണ്ടുകൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു.
ഇനി കവ്വ ഹുദ് ഘോൻസല ബനാത്താ ഹെ. മക്കളെ കൊണ്ട് കഴിയുമെങ്കിൽ പഠിച്ചാൽ മതി കേട്ടോ. കവ്വ എന്താണ്? സ്വയം കൂട് നിർമ്മിക്കുന്നു. കവ്വ ഹുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ഘോൻസല അത് നമ്മൾ പഠിച്ച പദമാണ് അല്ലേ. ഘോൻസല എന്ന് പറഞ്ഞാൽ കൂട്, ബനാത്താ ഹെ കവ്വ സ്വയമാണ് തൻ്റെ കൂട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ പോയിന്റ് ഒഴികെ ബാക്കി ഒരു 4 സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ തോത്തേനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തോത്തേൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് തോത്തേനെ കുറിച്ച് നമ്മൾ ഇതേപോലെ ആ കളർ മാറ്റി കൊടുക്കുക, അതിൻ്റെ സൗണ്ട് മാറ്റി കൊടുക്കുക. പിന്നെയോ കവ്വ എന്നുള്ളിടത്തൊക്കെ നമ്മൾ തോത്ത എന്നാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇനി ഇഷ്ടപ്പെട്ട ഒരു പരിന്തേനെ കുറിച്ചിട്ടാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നിറങ്ങളുടെ പേരുകൾ പഠിക്കാം. ഇഷ്ടപ്പെട്ട പരിന്തേനെ കുറിച്ച്, ഇഷ്ടപ്പെട്ട ജാൻവറിനെ കുറിച്ച്, ഇഷ്ടപ്പെട്ട പൂക്കളെ കുറിച്ച്, ഏതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചാലും ഒരു സെൻറ്റൻസ് നമുക്ക് അതിന് നിറം വെച്ചിട്ട് ഉണ്ടാക്കാം. നമ്മൾ നിറങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ കാല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് നിറങ്ങൾ മാത്രമേ ഇതിൽ ടീച്ചർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, നീല, നീല എന്ന് പറഞ്ഞാൽ നീല തന്നെയാണ് അല്ലേ. പിന്നെ ഹര, നമ്മുടെ തത്തയുടെ നിറം, ഹര പച്ച, ലാൽ, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പീലയോ, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ, പിന്നെ സഫേദ് വെള്ള. അപ്പോൾ ഈ നിറങ്ങൾ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ആദ്യം നിങ്ങളോട് പറയും, കുറച്ച് അൽഫാസുകൾ എഴുതാൻ പറയും. അതുപയോഗിച്ചിട്ട് നിങ്ങളോട് ജുംലകൾ തയ്യാറാക്കാൻ പറയും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചോദ്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ അൽഫാസുകളായിട്ട് നമ്മൾ എഴുതാം? ഹുബ്സൂരത്ത് എന്ന് എഴുതാം, മൈതാൻ എന്ന് എഴുതാം, പാർക്ക് അല്ലേ, ബാഗ്, പിന്നെ ബച്ചെ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഈ വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ ജുംലകളാക്കി മാറ്റാം. എങ്ങനെയാണ് നമ്മളതിനെ ജുംലകളാക്കി മാറ്റുക? ഫസ്റ്റ് ഇത് തന്നെ നമ്മൾ എ വെച്ചിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക അല്ലേ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അല്ലേ. എ ഹമാര സ്കൂൾ ഹെ, ഇത് ഞങ്ങളുടെ സ്കൂളാകുന്നു. ഹമാര സ്കൂൾ ഖൂബ്സൂരത്ത്, ഞങ്ങളുടെ സ്കൂൾ വളരെ മനോഹരമുള്ളതാണ്. സ്കൂൾ മേ മൈതാൻ ഹെ, പിന്നെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ സ്കൂൾ മേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിൽ, സ്കൂളിൽ എന്തുണ്ട്? മൈതാൻ ഹെ അല്ലേ, ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ മേ പാർക്ക് ഹെ, സ്കൂളിൽ പാർക്കുണ്ട്. സ്കൂൾ മേ ബാഗ് ഹെ, സ്കൂളിൽ പൂന്തോട്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് മേസ് പർ ക്യാ ക്യാ ഹെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വർക്കാണ് മേസ് പർ ക്യാ ക്യാ ഹെ. നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചിരുന്നു, മേശയിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ മേസിൽ എന്തൊക്കെയാണുള്ളത്? മേസ് പർ എന്ന് പറഞ്ഞാൽ മേശയിൽ. നമ്മൾ നേരത്തെ പഠിച്ചു സ്കൂളിൽ, സ്കൂളിൽ നിന്നാവുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ. മേസ് പർ, മേശയിൽ എന്തൊക്കെയാണുള്ളത്? പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ. മേസ് പർ, ഇപ്പോൾ നമ്മൾ പറയും പേഡ് പർ. അപ്പോൾ എന്താണ് അതിൻ്റെ മാന വരിക? അതിൻ്റെ മലയാളം എന്താ വരിക? മരത്തിൽ അല്ലേ. മരത്തിൽ പേഡ് പർ എക് കവ്വ രഹ്ദാത്ത, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. മരത്തിലൊരു കാക്ക താമസിച്ചിരുന്നു. ഇവിടെ നമുക്ക് എഴുതാനുള്ളത് മേസ് പർ, മേശയിൽ എന്തൊക്കെയാണുള്ളത്? ബസ്തയുണ്ട്, ചത്തിരിയുണ്ട്, കലംദാൻ, പിന്നെയോ പാനിക്ക് ബോത്തലുണ്ട് അല്ലേ, വെള്ളക്കുപ്പിയുണ്ട്, പിന്നെയോ കിതാബ്, പിന്നെയോ റബ്ബഡ് അല്ലേ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? മേസ് പർ ചത്തിരി ഹെ, മേശയിൽ കുടയുണ്ട്. പിന്നെയോ മേസ് പർ പാനിക്ക് ബോത്തൽ ഹെ അല്ലേ. ആ വാക്കുകൾ നമുക്കറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മേസ് പർ കലംദാൻ ഹെ അല്ലെ, പേനയുടെ ആ ഒരു ബോക്സ് ഉണ്ട്. പിന്നെയോ മേസ് പർ കിതാബ് ഹെ, മേശയിൽ പുസ്തകമുണ്ട്. और മേസ് പർ ബസ്താ ഹെ, മേശയിൽ ബാഗുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോരോ സെൻറ്റൻസുകൾ നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ ഒരിക്കലും മറന്നു പോകരുത്, മേശയിലാണെന്നുണ്ടെങ്കിൽ മേസ് പർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ അവയവങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആകെ 4 എണ്ണമാണ് അല്ലേ. ദാന്തുണ്ട്, നാക്ക്, ആങ്ക്, കാൻ. ഇത് മാറിപ്പോവരുത്. കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയാണ്. നമുക്കറിയാം ചെവി കൊണ്ടാണ് നമ്മൾ സുൻതേഹെ കേൾക്കുന്നത്. ഹം കാൻ സെ സുൻതേഹെ, നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു. ഹം ആങ്ക് സെ, ആങ്ക് നമുക്ക് തെറ്റിപ്പോവില്ല, നമുക്ക് അറിയാവുന്ന ഒരു പദമാണ് അല്ലേ. ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ്, കണ്ണ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഹം ദാന്ത് സെ, ദാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പല്ല് അല്ലേ.
പല്ല് കൊണ്ടാണ് ഹം ചബാത്തേഹെ നമ്മൾ ചവയ്ക്കുന്നത്. പിന്നെയോ നാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കാണ് അല്ലേ. ഹം നാക്ക് സേ സോങ്ക്തേഹെ. സോങ്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് ചെയ്യുക, മണക്കുക. അപ്പോൾ നമ്മൾ നാക്ക് കൊണ്ടാണ് നമ്മൾ മണക്കുന്നത്, സ്മെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ അവയവങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണ്, ഓരോ അവയവങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ അതും നമ്മൾ സുന്ന, ദേഖ്ന, ചുബാന, സോങ്കിന, അപ്പോൾ ആ വേർഡുകളും മക്കൾ ഓർത്ത് വെക്കാം. ദേഖ്തേഹെ അതൊക്കെ നമുക്കറിയാം. അതേപോലെ സുൻതേഹെ, ബാക്കി രണ്ടെണ്ണമായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ചുബാത്തേഹെ ചവയ്ക്കുന്ന, സോങ്ക്തേഹെ എന്താണ്? സ്മെല്ല് ചെയ്യുന്ന. അപ്പോൾ ഈ ഒരു 4 അവയവങ്ങളുടെ പേരുകളും നമ്മളൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു തിത്തലിയെക്കുറിച്ച് എഴുതാണ്ടായിരുന്നു. അത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നത്? തിത്തലിയെക്കുറിച്ച് മേലെ നമുക്കൊരു നസ്മിൻ്റെ 4 വരികൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളോട് പറയാണ് തിത്തലിയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കാൻ. അപ്പോൾ തിത്തലിയെക്കുറിച്ച് നേരത്തെ നമ്മൾ പക്ഷികളെക്കുറിച്ച് എഴുതിയ പോലെ തന്നെ, മൃഗങ്ങളെയൊക്കെ കുറിച്ച് എഴുതിയ പോലെ തന്നെ നമുക്ക് ഹൂബ്സൂരത്ത് വെച്ചിട്ടും അച്ചി വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് തിത്തലിയെക്കുറിച്ച് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. മേരി തിത്തലി പ്യാരി ഹെ. അപ്പോൾ ഈ പ്യാരി എന്നുള്ള വേർഡും ഹൂബ്സൂരത്തി എന്നുള്ള വേർഡും അച്ചി എന്നുള്ള വേർഡും ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഒരു നസ്മിലുണ്ട് കേട്ടോ. മേരി തിത്തലി പ്യാരി. അപ്പോൾ അങ്ങനെ ഒരു നസ്മ് തന്നിട്ട് അതിൽ നിന്നും നമ്മളോട് ഏതെങ്കിലും അപ്പോൾ തിത്തലീനെ കുറിച്ചാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബൈ ചാൻസ് ഇനി വേറെ ഏതിനെങ്കിലും കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ്സുകൾ ആ കവിതയിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ വായിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് കേട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അറിയാത്ത പദങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. മേരി തിത്തലി പ്യാരി ഹെ. എൻ്റെ പൂമ്പാറ്റ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മേരി തിത്തലി ഹൂബ്സൂരത്ത് ഹെ. എൻ്റെ തിത്തലി എന്ന് നല്ല മനോഹരമുള്ളതാണ്. ഈ അച്ചി തിത്തലി ഹെ. ഇത് നല്ല ഒരു തിത്തലിയാണ് അല്ലേ. നേരി തിത്തലി രംഗ് ബിരങ്കി ഹെ. എന്താ രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള. അപ്പം എൻ്റെ തിത്തലി നല്ല കളർഫുള്ളാണ്. തിത്തലി ഫൂലോം കി ജൈസി ഹെ. തിത്തലി എങ്ങനെയാണ്? ഒരു പൂവിനെ പോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രവർത്തനം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു കളീനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ആ സെൻറ്റൻസുകൾ എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഒരു കളീനെ കുറിച്ച് എഴുതുക? കളീനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നമുക്ക് വന്നതാണ്. അപ്പോൾ ഒരു സമയം നമുക്ക് ഈ ഒരു എക്സാമിന് വരില്ല എന്ന് വിചാരിക്കുക. എങ്കിലും ബൈ ചാൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇവിടെ കബഡിയെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കബഡി ഏക്ക് അച്ഛാ ഖേൽ ഹെ. കബഡി ഒരു നല്ല കളിയാകുന്നു. ഖേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കളി അല്ലേ. ഏ മൈതാൻ മേ ഖേൽത്തേ ഹെ. ഇത് മൈതാനത്തിലാണ് കളിക്കുന്നത്. പിന്നെയോ ദോ ടീം ബൻകർ കബഡി ഖേൽത്തേ ഹെ. 2 ടീമുകളായിട്ടാണ് കബഡി കളിക്കാറുള്ളത്. പിന്നെ ഏക് ടീമിൽ 7 ഖിലാഡി ഹോത്തേ ഹെ. ഒരു ടീമിൽ 7 കളിക്കാരാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേറെ ഏത് കളിയിലേക്കും നമുക്കിതിനെ മാറ്റാം. ഇപ്പോൾ ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഫുട്ബോൾ ഏക്ക് അച്ഛാ ഖേൽ ഹെ അല്ലേ. ഫുട്ബോൾ ഒരു നല്ല കളിയാകുന്നു. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് ഈ കബഡിയെ പോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. എന്ത്? ഏ മൈതാൻ മേ ഖേൽത്തേ ഹെ അല്ലേ. ഇത് മൈതാനത്തിലാണ് കളിക്കുന്നത്. പിന്നെയോ രണ്ടാമത്തെ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ദോ ടീം ബൻകർ കബഡി എന്നുള്ളിടത്ത് ഫുട്ബോൾ ഖേൽത്തേ ഹെ. ഏക് ടീം മേ 7 ഖിലാഡി എന്നുള്ളിടത്ത് ഏക് ടീം മേ 11 ഖിലാഡി ഹോത്തേ ഹെ അല്ലേ. 11 ഖിലാഡികളാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ എണ്ണത്തിൻ്റെ അവിടെയും കളിയുടെ പേര് അതൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് നമുക്ക് ഏത് കളീനെ കുറിച്ചായാലും നമുക്കതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ഖേലിൻ്റെയും അതിൻ്റെ ഖേലിക്ക് ആലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപകരണങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 4 കളികളും അതിൻ്റെ ആലാത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഖേലിക്ക് ആലാത്ത് എന്താണ്? ഗേന്ദ് അല്ലേ, പന്ത്. പിന്നെ ഹോക്കി ആണെങ്കിലോ ഹോക്കി സ്റ്റിക്ക്. ക്രിക്കറ്റ് ആണെങ്കിലോ
ക്രിക്കറ്റിൻ്റെ ബാറ്റിന് നമ്മൾ എന്താ പറയുക, ബെല്ല അല്ലേ. ഈ ഷട്ടിലാണെങ്കിൽ ഷട്ടിൽ ബാറ്റ്. ഇതിൽ ഷട്ടിൽ ബാറ്റ്, അതേപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക്, അതൊക്കെ ആ കളിയുടെ പേരുകൾ ബന്ധപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ മാച്ച് ചെയ്യാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആകെ കേന്ദ്രം നമുക്കറിയാം. ഗേന്ദ് എന്ന് പറഞ്ഞാൽ പന്താണ് അല്ലേ. അപ്പോൾ ഫുട്ബോളിൻ്റെ പന്തിനാണ് നമ്മൾ എന്താ പറയുക, ഗേന്ദ്. അപ്പോൾ അത് നമ്മൾ ഫുട്ബോളിലേക്ക് മാച്ച് ചെയ്യുന്നു. പിന്നെ അവിടെ ഒന്നേ ഉള്ളൂ, അതേതാണ്, ബെല്ല ഏതാണ്, ക്രിക്കറ്റ്. അപ്പോൾ അത് മാറിപ്പോകരുത്, വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമുക്കൊരു ബാസാറിൻ്റെ ചിത്രം തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതിൽ എന്തൊക്കെയാണ്, ഇസ്മേ ക്യാ ക്യാ ദേഖ്തേ ഹെ, ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത്. അപ്പം നമ്മൾ എഴുതണം എന്തൊക്കെയാണ് ഒരു ബാസാറിലുണ്ടാവുക. ഗാഡികളുണ്ടാവും, ഇമാരത്തുകളുണ്ടാവും. ഇമാരത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടിടങ്ങൾ അല്ലേ. പിന്നെ ഗാഡി എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട. പിന്നെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ നമ്മൾ ആദ്യം നമ്മളോട് എഴുതാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും ബാസാറിൽ എന്തൊക്കെയുണ്ട്, ബാസാറിനെ കുറിച്ച് കുറച്ച് ജുംലകൾ തയ്യാറാക്കാമോ അല്ലേ. നമ്മൾ മുന്നേയൊക്കെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഒരു സ്കൂളിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, ഒരു പാർക്കിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, ഒരു പൂന്തോട്ടത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, ഗറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, അതൊക്കെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്, സ്കൂൾ മെയിൻ അല്ലേ. ഇപ്പോൾ സ്കൂളിനെ കുറിച്ചാണെങ്കിൽ സ്കൂൾ മെയിൻ, സ്കൂളിൽ ഇന്ന സാധനങ്ങളുണ്ട് നമ്മൾ എഴുതും. അതേപോലെ തന്നെ ഗർ അല്ലേ, വീട്ടിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ ഗർമേൻ, അമ്മി ഹെ, ഗർമേൻ, അബ്ബാ ഹെ അങ്ങനെ പറഞ്ഞിട്ട് എഴുതും. പിന്നെയോ ഒരു പൂന്തോട്ടത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലോ, പൂന്തോട്ടത്തിന് എന്താ പറയുക, ബാഗ്. അപ്പോൾ നമ്മൾ എന്തെഴുതും, ബാഗമേ തിത്തിലി ഹെ, ബാഗമേ ഫൂല് ഹെ അല്ലേ, ബാഗമേ പിന്നെ ചിടിയാ ഹെ അല്ലേ, പക്ഷിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാസാറിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അപ്പോൾ ബാസാറിനെ കുറിച്ചിട്ട് നമുക്ക് അൽഫാസുകൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് എഴുതാം. എങ്ങനെ നമ്മൾ എഴുതാം, ഇങ്ങനെ എഴുതാം, മുന്നേ നമ്മൾ എഴുതിയ പോലെ തന്നെ ബാസാറിൽ അല്ലേ, അങ്ങനെ വെച്ചിട്ട് തന്നെ. അപ്പോൾ ബാസാറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുക, ബാസാർ മേ ദുക്കാൻ ഹെ അല്ലേ, ബാസാർ മേ ഗാഡി ഹെ, ബാസാർ മേ ഇമാരത്തേ ഹെ അല്ലേ. ബാസാറിൽ എന്തുണ്ട്, കെട്ടിടങ്ങളുണ്ട്. പിന്നെയോ ബാസാർ മേ, ഇപ്പോൾ ഈ ദുക്കാൻ എന്ന് പറയുമ്പോൾ കട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള ഷോപ്പുകൾ നമ്മുടെ ബാസാറിലുണ്ടാവും. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ അതിൻ്റെ പേരെടുത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന നോക്കൂ, ബാസാർ മേ തർക്കാരി കാ ദുക്കാൻ ഹെ അല്ലേ, പച്ചക്കറി കടയുണ്ട്. അതേപോലെ നമുക്ക് എന്തും കൂടെ എഴുതാം, ബാസാർ മേ ഫൽ കി ദുക്കാൻ ഹെ അല്ലേ, പഴങ്ങളുടെ കടയുണ്ട്. പിന്നെയോ ബാസാർ മേ ബഹുത് ഭീഡ് ഹെ, അതൊരു മെയിൻ പോയിൻ്റാണ്. ഭീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരക്ക് അല്ലേ. എപ്പോഴും ടൗണിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഭീഡ്. ബാസാർ മേ ബഹുത് ഭീഡ് ഹെ, ബാസാറിൽ എന്തുണ്ട്, നല്ല തിരക്കുണ്ട്. പിന്നെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ, ജനങ്ങൾ. ബാസാർ മേ ലോഗ് ഹെ, ബാസാർ മേ ലോഗ് ഹെ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ബാസാറിനെ കുറിച്ച് നമുക്ക് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഈ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ഒരു നസ്മ് തരും. എന്നിട്ട് അതിൽ നിന്നും ഹം ആവാസ് അൽഫാസുകൾ എഴുതാനായിട്ട് പറയും. വളരെ സിമ്പിളാണ് അല്ലേ, നമ്മളെ ക്ലാസ്സിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. അത് എങ്ങനെയാണ് നമ്മൾ ഹം ആവാസ് അൽഫാസുകൾ തിരഞ്ഞെടുക്കുക, അതായത് സമാന ശബ്ദപദങ്ങൾ. ഇപ്പം ഇവിടെ നോക്കൂ, बंदर ने है शादी रचाया, शादी में है सबको बुलाया, बकरी में करती आई, साथ वो अपने तोहफे लाए, शेर जरा कुछ देर से आया, सबने मिलकर गाना गाया. ഇവിടെ രചായ ബുലായ അല്ലേ, രണ്ടിൻ്റെയും അവസാന പദങ്ങൾ, അവസാന ലഫ്സുകൾ എന്ത് തന്നെയാണ്, സെയിമാണ് അല്ലേ. യാ യ, രചായ ബുലായ, സമാന ശബ്ദപദങ്ങൾ. ഹം ആവാസ് അൽഫാസ്. പിന്നെ ഹം ആവാസ് അൽഫാസുകൾ എപ്പോഴും നമുക്ക് ഒരു വരിയുടെ ഏറ്റവും എൻഡിലായിരിക്കും ഉണ്ടാവുക, ഏറ്റവും അവസാനത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു സൂത്രം കൂടിയാണത് അല്ലേ. ഇനി രണ്ടാമത്തെ ലൈനിലുള്ളത് ഏതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം അല്ലേ. ഏതൊക്കെയാണ്, ആയി ലായി, പിന്നെയോ ആയ ഘായ, ആയ ഘായ. സിമ്പിളല്ലേ. അപ്പം ഇത്തരത്തിലൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വിട്ട് കളയരുത്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ പെറുക്കി എടുത്തു കഴിഞ്ഞാൽ
പെറുക്കിയെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മളതിനെ ആൻസർ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്കിനി പഠിക്കാനുള്ളത് ഒരു ജംഗിളെ ജാൻവറിനെ കുറിച്ചിട്ടും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സർക്കസ് ആയ എന്നുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ജിറാഫിനെ കുറിച്ച് നമുക്കതിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ചിത്രം വരയ്ക്കാനും അതേപോലെ അതിനെക്കുറിച്ച് ജുംലകൾ തയ്യാറാക്കാനും. അപ്പോൾ സർക്കസിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഹാത്തി ഉണ്ടാവാറുണ്ട്, അതേപോലെ ബന്ദർ അല്ലേ. ബന്ദർ എന്ന് പറഞ്ഞാൽ ആരാണ്? കുരങ്ങൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഹാത്തിനെ കുറിച്ച് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. ഈ ഹാത്തി ഹേ, ഹാത്തി ഏക് ജംഗലി ജാൻവർ ഹേ, ഇതൊരു കാട്ടുമൃഗമാണ്. ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്. ഹാത്തി ഏക് ബഡാ ജാൻവർ ഹേ, ഹാത്തി എന്ന് പറയുന്നത് വലിയൊരു മൃഗമാണ്. ഹാത്തി കാ കാൻ ബഡാ ഹേ, ആനയുടെ ചെവി വളരെ വലുതാണ്. ഹാത്തി ഹമാര റിയാസത്തി ജാൻവർ ഹേ, ഹാത്തി നമ്മുടെ സംസ്ഥാന മൃഗമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് ഇതേപോലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിത്രങ്ങൾ തരും, അതിനോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജുംലകളും തരും, എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജുംലകൾ അതിന് താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, അതായത് വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യവും കൂടെ നമുക്കത് മനസ്സിലാക്കി വെക്കാം. ഇവിടെ വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. അതായത് പാനീസെ ക്യാ ക്യാ കർത്തേ ഹേ, വെള്ളം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പാനീസെ കപ്പടെ ധോത്തി ഹേ അല്ലേ. കപ്പട എന്ന് പറയുന്നത് വസ്ത്രം അലക്കുന്നു. പിന്നെയോ പാനീസെ ഖാന പക്കാത്തി ഹേ അല്ലേ. പാനീസെ ഖാന പക്കാത്തി ഹേ. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന ചിത്രം ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പോൾ ഫസ്റ്റത്തത് എന്താണ്? ഖാന പക്കാത്തി ഹേ, ഖാന പക്കാത്തി ഹേ എന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചിത്രമാണ്. ഇനി മൂന്നാമത്തെ ചിത്രം എന്ന് അവിടെ ഒരു കുട്ടി കുളിക്കുന്ന ചിത്രമാണ് അല്ലേ. അപ്പോൾ കുളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? നെഹാത്താഹെ അല്ലേ. നെഹാത്താഹെ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു. അപ്പോൾ പാനീസെ നെഹാത്താഹെ, വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുന്നു. ഇനി അവിടെ ഒരു ക്ലീനിങ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് വൃത്തിയാക്കുന്നതിന് നമ്മൾ എന്താ പറയുക? സഫായി കർണ അല്ലേ. അപ്പോൾ രണ്ടാമത്തേതായിട്ടുള്ളത് എന്താണ്? സഫായി കർണ. ഏത് ചിത്രത്തിന് താഴെയാണ് എഴുതേണ്ടത്? നാലാമത്തെ ചിത്രത്തിന് താഴെ. അപ്പോൾ പാനീസെ സഫായി കർത്താഹെ, വെള്ളം കൊണ്ട് നമ്മൾ വൃത്തിയാക്കുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗവും ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ ഓരോ ചിത്രത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഏതാണെന്നുള്ള ആ ഒരു രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഏതൊക്കെ ഭാഗങ്ങളാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകാം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും എക്സാം നല്ല എളുപ്പമാവട്ടെ. പിന്നെ നമ്മൾ ഒരു ചോദ്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്. പാനി ഹംകോ കഹാം സെ മിൽത്താ ഹെ, എവിടെ നിന്നെല്ലാമാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത്. നദി എന്ന് പറഞ്ഞാൽ നദി തന്നെ അല്ലേ. കുവാം എന്ന് പറഞ്ഞാൽ കിണർ, കുവാം എന്ന് പറഞ്ഞാൽ കിണർ. നാലെ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്. പിന്നെ ട്യൂബ് വെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴൽക്കിണർ. ഇപ്പം നമ്മൾ അധികം ആളുകളും ഉപയോഗിക്കുന്നതാണ് കുഴൽക്കിണർ അല്ലേ. വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്ന ഒന്നാണ് കുഴൽക്കിണർ. അപ്പോൾ കുഴൽക്കിണറിന് എന്താ പറയുക? ട്യൂബ് വെൽ. ഇംഗ്ലീഷിലുള്ള അതേ സെയിം വേർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മക്കളെ ഇത് പഠിച്ച് വെക്കുക. ബൈ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഏതൊക്കെയാണ്? നദിയുണ്ട്, കുവാം, നാലെ, ട്യൂബ് വെൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നാളത്തെ എക്സാമിന് പോവുക. വളരെ ഈസി ആവട്ടെ എല്ലാവർക്കും. ഓക്കെ, ശുക്രിയ. ഹുദാ ഹാഫിസ്.